അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് യമനി ചോറ് എന്നാണ് പറയുക മലയാളത്തിൽ, റോസ് യമാനി. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ആദ്യം തന്നെ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി, അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ സുർക്ക, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് 2 മണിക്കൂർ സമയം നമ്മൾ അടച്ചു വെക്കുകയാണ്. അത് ഫ്രിഡ്ജിലല്ല, പുറത്താണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ പ്രത്യേകമായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നമ്മൾ പിന്നീട് ചേർക്കുന്നതാണ്. അതിനുവേണ്ടി ഒരുക്കി വെച്ചതാണ്. പിന്നെ 2-3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് അതിൽ ചേർക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പുറത്തേക്കെടുത്തു. അതിലേക്ക് ചേർക്കേണ്ടതായ കുറച്ച് മസാല ഐറ്റംസ് ഉണ്ട്. അതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെമ്പ് അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, അതായത് 1 കിലോ അരിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് 125 മില്ലി വെളിച്ചെണ്ണയാണ്. 2 കിലോ അരിക്ക് 250 മില്ലി വെളിച്ചെണ്ണ. അതിലേക്ക് 1/2 കിലോ വലിയുള്ളി അരിഞ്ഞത് ചേർത്ത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, അതേമാതിരി കുറച്ച് മസാലകൾ നേരത്തെ ചേർത്തതിൻ്റെ ബാക്കി അരഞ്ഞ സ്പൂണും ഇതും നമ്മൾ വീണ്ടും ഇതിൽ മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഒരു 50% ഈ ഇതിൽ തന്നെ യാതൊരു വെള്ളമോ മറ്റു സാധനങ്ങളോ ചേർക്കാതെ വെന്ത് കിട്ടണം. കൂടാതെ അതിലേക്ക് വലിയ പച്ചമുളക് ഒരു 10 എണ്ണം നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട്, മുഴുവൻ അരിയാത്തത്. പിന്നീട് നമ്മൾ ചേർത്തത് തിളച്ച വെള്ളമാണ്. അങ്ങനെ തിളച്ച വെള്ളം ചേർത്ത് ചിക്കൻ അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളച്ച് വേവുന്നത് വരെ, അതായത് ചിക്കൻ്റെ മൊത്തം വേവിൻ്റെ 70% നമ്മൾ വേവിച്ചെടുത്തിട്ട് പിന്നീട് അതിലേക്ക് അരി, അതായത് 2 കിലോ അരി അതായത് ബസുമതി അരി നമ്മൾ നേരത്തെ തന്നെ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് അരമണിക്കൂറിന് ശേഷം ഊറ്റി വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരിയാണ് നമ്മൾ ഇപ്പം ഈ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരി ചേർത്ത ഉടനെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുകൾ, അതായത് പട്ട, കറാമ്പൂ, ഏലക്കായ,
പിന്നെ സ്റ്റാർ ഫ്ലവർ, കൂടാതെ ചെറിയ ജീരകം, വലിയ ജീരകം, ഷാജീരകം എന്നിവയും ചേർത്ത് വറുത്ത് പൊടിച്ചെടുത്ത് മസാലകളാണ് നമ്മൾ ഒരു 1.5 വലിയ സ്പൂണ്, ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ദമ്മ് ചെയ്യാൻ പോവുകയാണ്. അരിയിലെ വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ദമ്മ് ചെയ്യാനുള്ള സാധനങ്ങൾ ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു. അതിൻ്റെ മീതെ അണ്ടിപ്പരിപ്പ് വറുത്തത്, മുന്തിരി വറുത്തത്, മല്ലിച്ചപ്പ്, പുതിന തുടങ്ങിയ അരിഞ്ഞു വെച്ചത് അതും കൂടെ ചേർത്ത് നമ്മൾ മൂടി വെച്ച് തീയ് കണലൊക്കെ സൈഡിലേക്ക് മാറ്റി നേരിയ ചൂടിൽ അടുപ്പിൽ അരമണിക്കൂർ വീണ്ടും ഇത് അടുപ്പത്ത് കിടക്കുകയാണ്. ദമ്മ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അരമണിക്കൂർ സമയം നമ്മൾ ദമ്മ് തുറന്നു കഴിഞ്ഞു. നല്ല വാസനയാണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു സുഗന്ധം, നല്ലൊരു മണം, ഏവരെയും മനം മയക്കുന്ന കൊതിപ്പിക്കുന്ന ഈ മണം അത് തന്നെ ആ പ്രദേശം മുഴുവനും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണിത്. എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞങ്ങളിടുന്ന മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിച്ചുകൊണ്ടിരിക്കും.